അസ്സലാമു അലൈക്കും. മിറാജ് രാവിൽ വീശിയടിച്ച ഈ കാറ്റിൻ്റെ മാധുര്യം പേറിയെത്തിയ എല്ലാ സഹൃദയർക്കും സ്നേഹ സ്വാഗതം. 12ാമത്തെ വയസ്സിൽ സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് നടന്നു കയറിയ ഗായകൻ. ഇന്ന് 77 പിന്നിടുമ്പോഴും ആ സ്വരമാതിരിക്ക് തളർച്ച ബാധിച്ചിട്ടില്ല. പാടിയ ഗാനങ്ങളെല്ലാം നെഞ്ചോട് ചേർത്ത് വെച്ച പ്രവാസ സമൂഹം ഞങ്ങൾ നൽകുന്ന ഈ സ്നേഹപ്രണാമത്തിലേക്ക് പ്രിയപ്പെട്ട മൂസയ്ക്ക്, മൂസ എരിഞ്ഞോളിക്ക് സ്നേഹത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ സ്വാഗതം. അന്ന് ഞങ്ങളുടെ മനസ്സ് കുളിർപ്പിച്ച ആ ഗാനത്തിൻ്റെ ഇരടി അങ്ങയുടെ ശബ്ദത്തിൽ ഈ ജനസമുച്ചയത്തിന് മുന്നിൽ കേൾക്കാൻ കൊതിയുണ്ട്. സഞ്ചരിക്കാൻ നമുക്ക് മുസക മിറാജ് രാവിലെ മനോഹരമായ കാറ്റിൻ്റെ അനുഭൂതിയിലേക്ക്. ഞങ്ങളെ കൊണ്ടുപോകൂ ആ ചിറകിലേറ്റി മറ്റൊരു ലോകത്തിലേക്ക്. സഞ്ചരിക്കാം മൂസക്കയുടെ ഗാനത്തിനൊപ്പം നമ്മൾ ആസ്വദിച്ച ആ പഴയകാല ഓർമ്മയിലേക്കൊരു നല്ല മനസ്സോടെയുള്ളൊരു പോക്ക്. മുസക മിറാജ് രാവിലെ കാറ്റ്, അതാണ് നമ്മുടെ പരിപാടിയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ആ പാട്ടോടുകൂടി തന്നെ നമുക്ക് ആരംഭിക്കാം. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുവാനും ഒരുപാട് പാട്ടുകൾ കേൾക്കുവാനും ഒക്കെയുള്ള സമയമാണ്. പോയാലോ മുസക, നമുക്ക് പാടാം. മിറാജ് രാവിലെ കാറ്റേ മരുഭൂത്തണുപ്പിച്ച കാറ്റ് മിറാജ് രാവിലെ കാറ്റേ മരുഭൂത്തണുപ്പിച്ച കാറ്റ് മിറാജ് രാവിലെ കാറ്റേ മരുഭൂത്തണുപ്പിച്ച കാറ്റ് കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന കുളിരിൽ കുളിക്കുന്ന കാറ്റേ മിറാജ് രാവിലെ കാറ്റേ മരുഭൂത്തണുപ്പിച്ച കാറ്റേ പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടെ. പുരുഷാന്തരങ്ങൾക്ക് പൗരുഷം നൽകിയ പുരുഷന്റെ കഥകൾ പറഞ്ഞാട്ടെ. മുത്തിനും മുത്തായ മുത്തേ മുഹമ്മദിൻ മുത്തിനും മുത്തായ മുത്തേ മുഹമ്മദിൻ സത്യത്തിൻ്റെ ഗീതം മൊഴിഞ്ഞാട്ടെ. സത്യത്തിൻ്റെ ഗീതം മൊഴിഞ്ഞാട്ടെ. മിറാജ് രാവിലെ കാറ്റേ മരുഭൂത്തണുപ്പിച്ച കാറ്റേ സ്വർഗം
ആകാശത്തിൽ പാർക്കുമ്പുറാകട്ടെ സ്വപ്നമായി മണ്ണിൽ ഇറങ്ങിയില്ലേ സ്വർഗവും തോട്ടത്തിൽ പാർക്കുമ്പുറാകട്ടെ സ്വപ്നമായി മണ്ണിൽ ഇറങ്ങിയില്ലേ ആകാശദേശങ്ങൾ ആലമുൽ ഗൈബുകൾ ആകാശദേശങ്ങൾ ആലമുൽ ഗൈബുകൾ ആമിനെ കോമന കണ്ടതില്ലേ ആമിനെ കോമന കണ്ടതില്ലേ മിറാജ് രാവിലെ കാറ്റേ മരുമരു തണുപ്പിച്ച കാറ്റ് മലക്ക് സുജൂദിട്ട് നിൽക്കുന്ന നക്ഷത്രലോകങ്ങൾ കണ്ടുവല്ലേ മലക്ക് സുജൂദിട്ട് നിൽക്കുന്ന നക്ഷത്രലോകങ്ങൾ കണ്ടുവല്ലേ ചേർന്നുവല്ലേ ആദിമുള്ളംബിയ ചേർന്നുവല്ലേ മിറാജ് രാവിലെ കാറ്റേ മരുമരു തണുപ്പിച്ച കാറ്റേ മിറാജ് രാവിലെ കാറ്റേ മരുമരു തണുപ്പിച്ച കാറ്റേ 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 തണുപ്പിച്ച കാറ്റേ മരുമരു തണുപ്പിച്ച കാറ്റേ മരുഭൂമിയെയല്ല ആ കാറ്റ് തണുപ്പിച്ചത്, മരുഭൂമിയിലെ മനസ്സുകളെയാണ് ആ കാറ്റ് തണുപ്പിച്ചത്. ആ കാറ്റിൻ്റെ സുഗന്ധമാണ് ഈ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ പ്രവാസ സമൂഹം ഈ 77-ൻ്റെ നിറവിൽ നിൽക്കുമ്പോഴും മൂസക്കയുടെ ശബ്ദ മാധുര്യയ്ക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി തരികയാണ്. അന്ന് നിറഞ്ഞു പാടിയ മിറാജ് രാവിലെ കാറ്റിൻ്റെ അതിനേക്കാൾ ഊർജ്ജത്തോടെയാണ് അദ്ദേഹം ഇന്നിവിടെ പാടിയത്. ഒരുപാട് കാലം നമുക്ക് സംഗീതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ സഞ്ചരിക്കുവാനും ആസ്വദിക്കുവാനും സർവേശ്വരൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൂസക്ക 12 വയസ്സിൽ തുടങ്ങിയ സംഗീതമാണ്, ഗാനാലാപനമാണ്. എവിടെ നിന്നാണ് 12ാമത്തെ വയസ്സിൽ തുടക്കം കുറിച്ചത്? നിങ്ങൾക്ക് കേൾക്കാൻ കൊതിയുണ്ട്. ഒരു 12 വയസ്സ് പ്രായമുള്ള അന്ന് ഒരു പാട്ടുകാരനക്ക് വേണ്ടുന്ന ഒരു സൗകര്യം ഇല്ലാത്ത ആ കാലഘട്ടം, ഞാനിപ്പോൾ ഒരു 65 വർഷങ്ങൾക്ക് മുമ്പുള്ള എൻ്റെ ഓർമ്മയാണ് പറയുന്നത്. അപ്പോൾ അന്ന് ഒരു പാട്ടുകാരനക്ക് വേണ്ടുന്നത് പാട്ട് വേണം, പഠിക്കാൻ പാട്ട് വേണം. മലയാള സിനിമകളൊന്നും ഇല്ലാത്തൊരു സമയം, അങ്ങനെ പഠിക്കാൻ പാട്ടില്ലാത്തൊരു സമയം നമുക്ക് കിട്ടുന്ന പാട്ട് നാടകഗാനങ്ങൾ, അത് ഗ്രാമഫോണിക്കാണെങ്കിൽ KPS-ൻ്റെ നാടകത്തിലുള്ള അതൊരു ശരിക്കും ഞാൻ സ്കൂളിൽ പോകാത്തത് കൊണ്ട് എഴുതാനും വായിക്കാനൊന്നും അറിയാത്തൊരു കുട്ടിയായിരുന്നു ഞാൻ അന്ന്. അപ്പം എഴുതിയെടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഗ്രാമഫോണിക്കാടുന്ന് കേട്ട് പഠിച്ച ആ പാട്ട് പാടണമെങ്കിൽ അതിനൊരു മൈക്ക്, സൗകര്യമുള്ളൊരു മൈക്കില്ല, 45 വാട്ട്സിൻ്റെ ഒരു ആംപ്ലിഫയർ, തെങ്ങിൻ്റെ മുകളിൽ കെട്ടിയ 2 ഓണ്, ഒരു ടർണർ മൈക്ക്, എന്ന് പറയുമ്പോൾ കീ എന്നുള്ള ഒച്ച ഉണ്ടാകുന്ന
ഒരു സംവിധാനം അന്നത്തെ. അങ്ങനെയുള്ളൊരു സംവിധാനത്തിലാണ് എൻ്റെ കലാജീവിതം തുടങ്ങുന്നത്. അതിൽ അങ്ങനെ തന്നെ കിട്ടണമെങ്കിൽ അത് ഈ അറബ് കല്യാണത്തിനും പോയാൽ അവിടെ ഈ ഗ്രാമഫോൺ റെക്കോർഡ് വെക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ ഈ മൈക്ക് ഓപ്പറേറ്റർ വരും. അവരെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ സങ്കടം പറഞ്ഞിട്ട് ഒരു കാര്യം തരും, ഒരു തൽക്കാലം തരും ഒരു പാടാൻ വേണ്ടിയിട്ട്. അവരുടെ 4 വരി പാട്ട് അത് കേൾക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ പോയ 2-3 നമ്മളൊരു കൂട്ടുകാരുണ്ട്, അവർ മാത്രം ഇത് കേൾക്കാമെന്നല്ലാതെ ആ പരിപാടി കേൾക്കാൻ ആരും ഉണ്ടാവില്ല. ഇങ്ങനെ പാടുന്നൊരു എരഞ്ഞോളി ഗ്രാമീണ കലാസമിതി വലിയൊരു സമിതിയായിരുന്നു, നാടകല. അവർ അതിൻ്റെ അംഗങ്ങൾ അവിടെ വന്ന് എന്നെ കേട്ട് ഈ പാട്ട് കേട്ട് എരഞ്ഞോളി ഗ്രാമീണ കലാസമിതി ആ കൊല്ലം തന്നെ ശ്രീനാരായണ ഗുരു ജയന്തി അവിടെ എല്ലാ കൊല്ലവും ആഘോഷിക്കുന്നതാണ് അത് അന്ന് മുതൽ. അപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ അരങ്ങാറ്റുപറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ശ്രീനാരായണ മഠം, ആ ശ്രീനാരായണ ജയന്തിൻ്റെ ആ ആഘോഷത്തോടനുബന്ധിച്ചുള്ള ഗാനമേള എരഞ്ഞോളി ഗ്രാമീണ കലാസമിതി, അതിൽ എനിക്ക് ആദ്യമായിട്ട് ഇതേപോലുള്ളൊരു നിറഞ്ഞ കൂട്ടത്തിൽ ആദ്യമായിട്ട് ഞാൻ പാടുകയാണ്. ശ്രീനാരായണ മഠത്തിൽ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം ഈ ഭാഗ്യം 2 പേർക്ക് ആ ഭാഗ്യം കിട്ടി. ഒന്ന് മുസ്ലിമായ എരഞ്ഞോളി ബോസക്കും, മറ്റൊന്ന് ക്രിസ്ത്യാനായ യേശുദാസിനുമാണ്. ആ 2 ആ ഭാഗ്യമുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുസ്വാമീൻ്റെ 4 വരി ശ്ലോകം ചൊല്ലിയിട്ടാണ് യേശുദാസ് ഈ രംഗത്തോട്ട് വന്നത്. അവർ ഗുരുത്വമാണത്. ഞാനാണെങ്കിൽ ശ്രീനാരായണ മഠത്തിൽ അവരെ ശ്രീനാരായണ ജയന്തിയുടെ ആഘോഷത്തെ പരിപാടിയിൽ ശ്രീനാരായണ ഗുരുസ്വാമിനെ പറ്റി അല്ലെങ്കിലും കൂടി ആ മഠത്തിൽ വെച്ചിട്ട് അതിൻ്റെ ആഘോഷത്തിലാണ് ഞാനും ഒരു മാപ്പിളപ്പാട്ട് പാടി രംഗത്തോട്ട് വരുന്നത്. ഒരു ഗുരുത്വമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതൊരു നല്ലൊരു ഗുരുത്വം കിട്ടി. ഇന്നും എനിക്ക് ഒരു 76 വയസ്സ് പ്രായത്തിൽ നിൽക്കുന്ന ഒരാളാണ്. സുഖമായിട്ട് പാടാൻ കഴിയുന്നുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടല്ലോ, പാടാൻ കഴിയുന്നുണ്ട്, മറ്റൊരാളെ കൈ പിടിക്കാണ്ട് നടക്കാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം പല ആൾക്കാരുടെ ഇവിടെ ഇരിക്കുന്ന ആളിൽ എനിക്ക് തോന്നുന്നൊരു എല്ലാ ആളും എനിക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അത്ര സ്നേഹമാണ് എന്നോട്. അതാണ് ഞാൻ ഇത്രയും കാലം ഇതിൽ ഉറച്ചു നിന്നത്. അതൊരു സത്യമാണ്. അത് ഇനി മേലിലും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്, പ്രോത്സാഹിപ്പിക്കണ്ടേ. ഇത്രയും 10-65 കൊല്ലം നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ഇത്രയും കാലം ഞാൻ നിന്ന് ഇനി നിർത്തേണ്ടതാണ് നിരന്നിരിക്കുന്നത്. മൂസയ്ക്ക് ഞങ്ങൾ നൽകിയത് പ്രോത്സാഹനമായിരുന്നില്ല, ഞങ്ങളുടെ മനസ്സ് തന്നെയായിരുന്നു. കാരണം അത് അത്രയ്ക്കും ശക്തമായ നല്ല ഗാനങ്ങൾ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂസയ്ക്ക് അന്ന കാലഘട്ടത്തിൽ കിട്ടിയ PT അബ്ദുറഹ്മാൻ എന്ന മഹാനായ കവി, അതുപോലെ തന്നെ സംഗീത ചക്രവർത്തി ചാന്തു പാഷ, അവരൊക്കെ ജീവിതകാലത്തിലെ ഒരുപാട് നല്ല കാലഘട്ടത്തിൽ ജീവിച്ചു. നല്ല പാട്ടുകൾ അത് പാടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും ആ 4 വരി ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആദ്യം പാടിയ ആ 4 വരി SM കോയക്കാൻ്റെ പാട്ടാണ് ഞാൻ ആദ്യമായി ഈ പറഞ്ഞ സദസ്സിലന്ന് പാടിയത്. അല്ലെങ്കിൽ ഫുള്ളായിട്ട് അറിയില്ല, ഒരു വരിയോ 2 വരിയോ ഓർമ്മയോടത്ത് വരെ പാടും. അരിമുല്ലപ്പൂ മണനല്ലോളേ അഴകിലേറ്റം ഗുണമുള്ളോളേ അരിമുല്ലപ്പൂ മണനല്ലോളേ അഴകിലേറ്റം ഗുണമുള്ളോളേ. ഇനി അതിൻ്റെ അപ്പുറം ഓർമ്മയിലുണ്ട് എനിക്ക്, പക്ഷെ വരുന്നില്ല. സൂറത്തുൽ ഹസനാ സ്വരൂപ ഗുരു സുബ്ഹാനുക്തിൻ അലിഫാ സല്ലി അലാ റസൂലില്ലാഹ്
റഹ്മത്തുൽ ലിൽ ഖുർആൻ തബ്ലീഗ് റസൂലില്ലാഹ് ഖുറൈശി മുഹമ്മദ് സ്വല്ലി അലാ ഖുർആൻ തബ്ലീഗ് റസൂലില്ലാഹ് ഖുറൈശി മുഹമ്മദ് സ്വല്ലി അലാ ഖുർആൻ തബ്ലീഗ് റസൂലില്ലാഹ് ഹസനാത് സ്വരൂപ ഗുരു സുബ്ഹാനുകത്തിൽ ഖലീഫായ ഗുരു സൂറത്തുൽ ഹസനാത് സ്വരൂപ ഗുരു സുബ്ഹാനുകത്തിൽ ഖലീഫായ ഗുരു സർലോക सरदार मोहम्मद ഖുർആൻ തബ്ലീഗ് റസൂലില്ലാഹ് ഖുറൈശി മുഹമ്മദ് സ്വല്ലി അലാ ഖുർആൻ തബ്ലീഗ് റസൂലില്ലാഹ് أسرار ملحرة الحكماء على مقال ديار جمال أسرار ملحرة الحكماء القدس حبيب الله على حبيب الله أدنان محمد صلي على قرآن تبليغ رسول الله قريشي محمد صلي على मलकूत
मिफ्ताह मुहम्मद सल्ली अला कुरान तबलीग रसूलिल्लाह कुरैशी मुहम्मद सल्ली अला कुरान तबलीग रसूलिल्लाह। मुहम्मद सल्ली अला कुरान तबलीग रसूलिल्लाह कुरैशी मुहम्मद सल्ली अला कुरान तबलीग रसूलिल्लाह कुरैशी मुहम्मद सल्ली अला कुरान तबलीग रसूलिल्लाह सल्ली अला रसूलिल्लाह हबीबल्लाह सैयदना रसूलिल्लाह हबीबल्लाह। ആകാശഭൂമി കധിപതിയായ അല്ലാഹുവിൻ്റെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊൻ മോനെയറുക്ക ആകാശഭൂമി കധിപതിയായ അല്ലാഹുവിൻ്റെ കുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊൻമോനെയറുക്ക ആകാശഭൂമി കധിപതിയായ അതു കേട്ടു ഞെട്ടിത്തെറിച്ചില്ല ഈമാൻ അതു കേട്ടു പൊട്ടിക്കരഞ്ഞില്ല പൂവാൻ ഇസ്മായിലോട് പറഞ്ഞു ഖലീലേ ഇറയോന്റെ കൽപ്പനക്കില്ല ബദലേ പൊട്ടിച്ചിരിച്ച് പറയുന്നു മുത്ത് വെട്ടി തെറിപ്പിക്ക്
നിറചന്ദ്ര സൂര്യൻ നടുങ്ങുന്നു മീതെ നിറനിന്ന താരസമൂഹങ്ങളാകെ ഉടയോൻ വിധിക്കായി ഒരുങ്ങുന്നു പൈതൽ ഉറവാണ് വീശുകയാണിബ്രാഹീം. അന്നേരം കേട്ടാൻ അശരീരിയൊച്ച ആകാശം ഭൂമി പിളർന്നു മലർച്ച മദിനീനിറുത്തൻ ഖലീലെ ജയിച്ചു മരിക്കില്ല നിന്റെ മകൻ ഇസ്മായിൽ. ആകാശഭൂമി അധിപതിയായ മരണത്തെ തോൽപ്പിച്ച ധീരകൃത്യം മധുര സ്മരണയായി നിലനിൽക്കും നിത്യം. മരണത്തെ തോൽപ്പിച്ച ധീരകൃത്യം മധുര സ്മരണയായി നിലനിൽക്കും നിത്യം. മനസ്സിന്റെ ഉള്ളിൽ ജ്വലിക്കും ശരിക്കും മനുഷ്യന്റെ വംശം മരിക്കും വരേക്കും. മനസ്സിന്റെ ഉള്ളിൽ ജ്വലിക്കും ശരിക്കും മനുഷ്യന്റെ വംശം മരിക്കും വരേക്കും. ആകാശഭൂമി അധിപതിയായ അല്ലാഹുവിന്റെ ഖുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാം. ആകാശഭൂമി അധിപതിയായ അല്ലാഹുവിന്റെ ഖുദ്റത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ആകാശഭൂമി ഇന്നത്തെ കാലത്ത് ടെക്നോളജി പടർന്ന് പന്തലിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് മൂസക്ക ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടി നമ്മുടെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചത്. ഇന്നത്തെ തലമുറ വ്യത്യസ്ത മേഖലകളിലൂടെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിലൂടെ കടന്നു വന്ന ഈ കാലഘട്ടത്തിൽ മൂസയ്ക്ക് ഈ ഇരിക്കുന്ന തലമുറയോട് എന്താണ് പറയാനുള്ളത്? ഇതേപോലെ ഇപ്പം ഞാൻ എൻ്റെ മാത്രം പാട്ടുകൾ എടുത്ത് പാടാൻ ഒരു 2-3 സ്റ്റേജിൽ പാടാൻ ഈ പാട്ടുകാർക്ക് ഇന്ന് പാടിയല്ല നാളെ പാടുന്ന മറ്റൊരു പാട്ടായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റി സാധിക്കും. അത് അത്ര ഇഷ്ടമാണ് ഞാൻ പാടിയിട്ട് പല പാട്ടുകളും ഈ കാണുന്ന എല്ലാവർക്കും. ഇതേപോലെ അവർക്ക് സ്വന്തമായിട്ട് പാട്ട് ഉണ്ടാക്കാനുള്ള മനസ്സ് ഇവർക്ക് ഉണ്ടാവണം. ഒരു പാട്ടുകാരൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണിത്. നല്ല പാട്ടുകൾ ഏതെങ്കിലും പാട്ട് പാടിനെ കൊണ്ടൊന്നും കാര്യമില്ല. നല്ല പാട്ടുകൾ ഇതേപോലെ എടുത്ത് പാടാനുള്ള പാട്ടുകൾ ഉണ്ടാവണം. അത് നമ്മളെ നിയമത്തെയും നമ്മളെ ചരിത്രത്തെയും മുൻനിർത്തി എത്രത്തോളം നമുക്കിതിനെ പ്രബോധനം ചെയ്യാൻ പറ്റും അത് ഈ പാട്ടിലെ കൂടി ചെയ്താൽ ഇവർക്ക് നല്ലതാണ്. ഇതിവർ ചെയ്യാനുള്ള മറിച്ച് നീ എൻ്റെതല്ലേ, ഞാൻ നിൻ്റെതല്ലേ, നീയില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ നീയില്ല, നിന്നോട് എനിക്കിഷ്ടമാണ്, എന്നോട് ഇഷ്ടമുണ്ടോ, എനിക്ക് ഞാൻ ഒരു പൂ തരാം, നീ എൻ്റെ കൂട്ടത്തിലേക്ക് പോയി, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കുക. ഓമന മുഹമ്മദിനെ ഓത്തിനയച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന പാട്ടുകൾ നമ്മൾക്കുണ്ടാവണം. അത് പാടാനുള്ള മനസ്സ് ഇവർക്ക് ഉണ്ടാവണം. തീർച്ചയായിട്ടും മൂസക്കയുടെ നൽവാക്കുകൾക്ക് നന്ദി പറയാം. ഈ തലമുറയ്ക്ക് നിരവധി ഗാനങ്ങൾ, മഹത്തരങ്ങളായ സംഗീതങ്ങൾ നമുക്ക് പകർന്നു വയ്ക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മുസക പാടിവെച്ച ഒരു പാട്ട് ഇളം തലമുറയിലെ ഒരു ഗായിക പാടുകയാണ്. മൂസക്കയെ പോലെയുള്ള പല പാട്ടുകാരെയും സ്നേഹിക്കുകയും പാട്ടിനെ പ്രണയിക്കുകയും ചെയ്തുകൊണ്ട് പ്രവാസ മനസ്സുകളിലേക്ക് നിരവധി ഗാനങ്ങൾ സമ്മാനിച്ച സിയ ജാസ്മിൻ എന്ന പാട്ടുകാരിയാണ്
മൂസക പാടി അനശ്വരമാക്കിയ ആ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കും. നല്ലൊരു കൈയടി വരട്ടെ. എന്തായാലും മൂസക്കയുടെ പണ്ടുകാലത്തെ ഓർമ്മയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഈ ഇരിക്കുന്ന ഗായകന്മാർ. കേൾക്കാം നമുക്ക് സിയയുടെ മനോഹരമായ ശബ്ദത്തിൽ ആ ഗാനം. അഷ്റഫുൽ ഹൽഖുലിവി ചന്ദിര സുന്ദരരേ നബിയുള്ള ചന്തമേ ഗന്ധവരേ സത്യമുത്തവരേ റസൂലുള്ള കൽബ് തെളിന്തവരേ മണക്ക് നീരേ
റേഡിയോയെ പോലെ തന്നെ പുതിയ തലമുറയ്ക്ക് എന്നും കാത്തു സൂക്ഷിക്കാൻ പറ്റിയൊരു സ്വരം. റാഫി കുന്നകളം എന്ന ഒരു ഗായകൻ മാപ്പിള ഗാന ശാഖയിലേക്ക് നടന്നെടുക്കുകയാണ്. മുസക്കയുടെ എല്ലാ പ്രോത്സാഹനവും പ്രാർത്ഥനയൊക്കെ ആ കൊച്ചു ഗായകൻ ഉണ്ടാവണം. മുസക്ക പാടിവെച്ച ഒരു ഗാനത്തിൽ മുസക്കയുടെ സാന്നിധ്യത്തിൽ റാഫി നമുക്കെല്ലാവർക്കും കേൾക്കുന്നതിന് വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി പാടുകയാണ്. റാഫി റെഡി? ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കി നീന്തി ഞാൻ കാണാത്ത ദൂരത്താ തീരത്തിനെ എത്തിക്കുമോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ റബ്ബേ. തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കി നീന്തി ഞാൻ കാണാത്ത ദൂരത്താ തീരത്തിനെ എത്തിക്കുമോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ റബ്ബേ. മണ്ണും വെള്ളവും ചേർത്തുരുട്ടി പടച്ച ഭൂമിയിൽ വായും വെളിച്ചവും നീ നൽകി. അല്പം മണ്ണും വെള്ളവും ചേർത്തുരുട്ടി പടച്ച ഭൂമിയിൽ വായും വെളിച്ചവും നീ നൽകി. സർവജീവജാലങ്ങളിൽ നൽകി ഹയാത്തും മൗത്തും, സർവജീവജാലങ്ങളിൽ നൽകി ഹയാത്തും മൗത്തും കാണിച്ചു വെച്ചു തന്ന റബ്ബനാ, കാണിച്ചു വെച്ചു തന്ന റബ്ബനാ. തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കി നീന്തി ഞാൻ കാണാത്ത ദൂരത്താ തീരത്തിനെ എത്തിക്കുമോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ റബ്ബേ. അകലെ അകലെ നിന്റെ ഹദ്റത്തിൽ മുത്ത് നബിയോരെ നീ ക്ഷണിച്ചു. ഏഴാകാശം അകലെ അകലെ നിന്റെ ഹദ്റത്തിൽ മുത്ത് നബിയോരെ നീ ക്ഷണിച്ചു. ആ മഹാപൊൻ പ്രകാശം കണ്ട റസൂലിന്റെ ആ മഹാപൊൻ പ്രകാശം കണ്ട റസൂലിന്റെ എന്നിൽ സലാമത്തെ കിടല്ല, എന്നിൽ സലാമത്തെ കിടല്ല. തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൽ
വിളിക്കുന്നു ഞാൻ റബ്ബന. തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കിൽ നീന്തി ഞാൻ. കാണാത്ത ദൂരത്താ തീരത്തെന്നെ എത്തിക്കുമോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ റബ്ബേ. തീരാത്ത ദുഃഖത്തിന്റെ മാറാപ്പുമേന്തിക്കൊണ്ട് കണ്ണീരിൻ കടലിടുക്കിൽ നീന്തി ഞാൻ. കാണാത്ത ദൂരത്താ തീരത്തെന്നെ എത്തിക്കുമോ സർവാധിനാഥനായ റബ്ബേ, സർവാധിനാഥനായ റബ്ബേ. അറബ് നാട്ടിൽ അകലെ ഇങ്ങനെ തുടങ്ങുന്ന മനോഹരമായ പ്രവാസ മനസ്സുകളെ നൊമ്പരപ്പെടുത്തി കടന്നുപോയ ആ പാട്ടിനെ ഓർത്തെടുക്കുകയാണ് എം എ ഗഫൂർ. 4 വരി മൂസക്കയുടെ ശബ്ദത്തിൽ തുടങ്ങി വെക്കാം നമുക്ക്. അറബ് നാട്ടിൽ ഇവിടെ ഞാനുമെത്തിയുമ്മ, അലകടലിനക്കര എൻ നാടെനിക്കോരോർമ്മ. പൊന്നുവാരി തിരികെ എത്താൻ ഉള്ളിലെൻ്റെ ആശ, ചില്ലുപാത്രം പോലെ പൊട്ടി വീണിനി നീരാശ. അറബ് നാട്ടിൽ ഇവിടെ ഞാനുമെത്തിയുമ്മ. അറബ് നാട്ടിൽ ഇവിടെ ഞാനുമെത്തിയുമ്മ, അലകടലിനക്കരെ നാടെനിക്കോരോർമ്മ. പൊന്നുവാരി തിരികെ എത്താൻ ഉള്ളിലെൻ്റെ ആശ, ചില്ലുപാത്രം പോലെ പൊട്ടി വീണിനി നീരാശ. അറബ് നാട്ടിൽ ഇവിടെ ഞാനുമെത്തിയുമ്മ, അലകടലിനക്കരെ നാടെനിക്കോരോർമ്മ. ചുമടെടുത്ത് ചോര തുപ്പി ഞാനൊരു നാൾ വീണു, ചുടുമണലിൽ തുള്ളി ദാഹജലത്തിനായി കേണു. അടിമയെന്ന് ഞാൻ വിസ്മയിൽ തീരെഴുതിയാലേ അവിടെ നിന്നും ഒളിച്ചു ഞാനൊരു നാൾ
ജയിലഴി പീഡിച്ചു ഞാൻ പൊന്നുമക്കളെയോർത്തു ഈ പെരുന്നാളിന്നുമെത്ര കണ്ണുനീർ ജയിലഴി പീഡിച്ചു ഞാൻ പൊന്നുമക്കളെയോർത്തു ഈ പെരുന്നാളിന്നുമെത്ര ഒരുപാട് വിഷമതകളൊക്കെ വരാറുണ്ട്. അത് ഈ മിറാജ് രാവിൻ്റെ കാറ്റേറ്റ് മാറിപ്പോകട്ടെ. നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് മാത്രമല്ല കലാകാരന്മാരുടെ വളർച്ചയ്ക്കും നമ്മൾ താങ്ങും തണലുമായിട്ടുണ്ടെന്ന് തെളിയിക്കുകയാണ് ഇത്തരത്തിലുള്ള വേദികൾ. മൂസയ്ക്ക് ഒരുപാട് പാട്ടുകൾ പാടുവാനുള്ള ഭാഗ്യം കിട്ടിയപ്പോൾ മൂസയ്ക്കയുടെ പാട്ട് മൂസയ്ക്കയുടെ സാന്നിധ്യത്തിൽ ഇളം തലമുറ പാടുകയാണ്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. മൂസയ്ക്ക് മാത്രമല്ല നമ്മുടെ ഈ ഗായകന്മാർക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ്, നമുക്കും എല്ലാവർക്കും. മൂസക്ക പാടി വെച്ച നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ഗാനം. ഇതിൻ്റെ വരികൾ മൂളാത്ത ചുണ്ടിനകളോ മുഴങ്ങാത്ത ഗ്രാമങ്ങളോ ഇല്ല എന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല. മൂസക്ക പണ്ട് കാലത്ത് പാടി ഞങ്ങളെല്ലാം അതിശയിപ്പിച്ച ആ ഗാനം ഞങ്ങൾക്ക് കേൾക്കാൻ കൊതിയുണ്ട്. ഇതെനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താ പറഞ്ഞാൽ, ഇവിടെ പല പരിപാടിക്കും ഞാൻ പറഞ്ഞില്ല, തിരുവപ്രാവശ്യം വന്ന് ഇവിടെ ഒരു 3 or 4 ഒരു സ്റ്റേജിൽ മാക്സിമം വന്ന് ഒരു 5 പാട്ട് പാടാൻ എനിക്ക് അവസരം ഉണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ ഇതുപോലെ കുറേ പാട്ടുകാരുണ്ടാവും. എൻ്റെ പാട്ട് ഒരു 3-4 പാട്ട് പാടുമ്പോഴത്തേക്കും പരിപാടി കഴിയും. ഒരു 10-25-20 പാട്ടും കുറേ മിമിക്രിയും ഡാൻസുകളുള്ള ഒരു പ്രോഗ്രാം. ഇപ്പം ഇവർക്ക് കിട്ടിയ ഏറ്റവും വലിയ, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സന്തോഷം വെച്ചാൽ എൻ്റെ പാട്ട് എല്ലാ ആൾക്കാരും ഒന്ന് പലതരത്തിലുള്ള പാട്ടുകളൊന്ന് ആസ്വദിക്കാൻ വേണ്ടി കേൾക്കാൻ വേണ്ടിയിട്ട് സാധിച്ചതിൽ എൻ്റെ ഭാഗ്യമാണ്. ഞാൻ ഇത്രയും പാട്ടുകൾ പാടിയിട്ടിട്ടുണ്ട് എന്നുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ഇവർക്കൊന്ന് മനസ്സിലാക്കാനുള്ള. മൂസക്കയുടെ പാട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനസ്സുകളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ ധന്യമായ വേദി. പോകാം മൂസക്ക, നമുക്ക് മൂസക്കയുടെ ആ പഴയ കാലഘട്ടത്തിലെ ഓർമ്മയിലേക്ക്.
നബിയെ വിളിച്ചു കച്ചവടത്തിനയച്ചു കണ്ട നേരം കൽവിനുള്ളിൽ മോഹമൂരിച്ചു കച്ചവടവും കഴിഞ്ഞ് മുത്തറസൂലുള്ള വന്ന് കല്യാണ യോജനയ്ക്കായി ബീബി തൂനിഞ്ഞേ മാണിക്ക മലരായ പൂവി മഹദിയ ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി തോഴിയെ ബീബി വിളിച്ചു കാര്യമെല്ലാം അറിയിച്ചു മാന്യനാബൂത്വാലിബിന്റെ അരികിലയച്ചു കല്യാണ കാര്യമാണ് ഏറ്റവും സന്തോഷമാണ് കാര്യമാബൂത്വാലിബിന് സമ്മതമാണ് മാണിക്ക മലരായ പൂവി മഹദിയ ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി പുതുമണവാട്ടി ചമഞ്ഞ് മുത്തുനബിയുള്ള പുതുമാരൻ ചമഞ്ഞ് മന്നവന്റെ കൽപ്പനയാൽ മംഗല്യനാളും പുലർന്ന് മാതൃകാര ദമ്പതിയിൽ മംഗളം നേർന്നു മാണിക്ക മലരായ പൂവി മഹദിയ ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി മാണിക്ക മലരായ പൂവി മഹദിയ ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി മാണിക്ക മലരായ പൂവി മഹദിയ ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി
ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ പൊന്മണിപ്പൂങ്കുയിലെവിടെ പൊന്മണിപ്പൂങ്കുയിൽ എവിടെ ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ പൊന്മണിപ്പൂങ്കുയിലെവിടെ പൊന്മണിപ്പൂങ്കുയിലെവിടെ ജീവന്റെ താമര താരിൽ തുളുമ്പിയ രാഗസുധാരസമെവിടെ രാഗസുധാരസമെവിടെ ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ പൊന്മണിപ്പൂങ്കുയിലെവിടെ പൊന്മണിപ്പൂങ്കുയിലെവിടെ പാതിരപ്പൂമരത്തിൽ താരകപ്പൂ വിരിഞ്ഞു പാതിരപ്പൂമരത്തിൽ താരകപ്പൂ വിരിഞ്ഞു എൻ മനോവാടിയിലെ നീ എന്ന പൂക്കൊഴിഞ്ഞു എൻ മനോവാടിയിലെ നീ എന്ന പൂക്കൊഴിഞ്ഞു നീ എന്ന പൂക്കൊഴിഞ്ഞു നീ എന്ന പൂക്കൊഴിഞ്ഞു ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ പൊന്മണിപ്പൂങ്കുയിലെവിടെ പൊന്മണിപ്പൂങ്കുയിലെവിടെ തെങ്ങോലക്കൈ വിരലാത്തല്ലനിൽ വീണമിട്ടി തെങ്ങോലക്കൈ വിരലാത്തല്ലനിൽ വീണമിട്ടി ഞാൻ കണ്ട പൊൻകിനാവിൽ തമ്പൂരു വീണു പൊട്ടി ഞാൻ കണ്ട പൊൻകിനാവിൽ തമ്പൂരു വീണു പൊട്ടി
സുധാരസവിടെ ഇന്നലെ രാവിലെ മാറത്തുറങ്ങിയ പൊന്മണി പൂങ്കുയിലെവിടെ പൊന്മണി പൂങ്കുയിൽ എവിടെ എന്തായാലും മൂസയ്ക്കും സന്തോഷിക്കാം, ആസിഫിനും സന്തോഷിക്കാം, കേൾക്കാനെത്തിയ സഹൃദയരായ നിങ്ങൾക്കും സന്തോഷിക്കാം. ഇതൊരു നല്ലൊരു അനുഭവമായി മാറട്ടെ, നിരവധി ഗാനങ്ങൾ ഇനിയും ഉയർക്കൊള്ളട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മെഹറാജ് രാവിൻ്റെ കാറ്റിൻ്റെ ആദ്യ സെഷന് വിട കൊടുക്കുകയാണ്. ഇനിയും നിങ്ങളെ കാത്തിരിക്കുന്നു നിരവധി മൂസക്കയുടെ ഗാനങ്ങൾ. അതുപോലെ ചെറിയ ഒരു ചടങ്ങിന് വേദി ആവുകയാണ്. 4 വരി മൂസക്കയുടെ മെഹറാജ് രാവിലെ കാറ്റ് മൂസക്ക തന്നെ പാടി ഈ സെഷന് വിരാമമിടാം. രാവിലെ കാറ്റേ തണുപ്പിച്ച കാറ്റ്, രാവിലെ കാറ്റേ തണുപ്പിച്ച കാറ്റ്, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കരളിൽ കടക്കുന്ന കടലായി തുടിക്കുന്ന, കുളിരിൽ കുളിക്കുന്ന കാറ്റേ മെഹറാജ് രാവിലെ കാറ്റേ തണുപ്പിച്ച കാറ്റേ.